Ladies and gentlemen, we are back again, but this time it's different. നിങ്ങളെ പ്രായം എന്ന് പറഞ്ഞിട്ട് പ്രായം ആദ്യം പറഞ്ഞ 64 വയസ്സ്. ഇന്ന് നമ്മളെ ഫസ്റ്റ് എവർ മാച്ച് ഡേ ആണ് കേട്ടോ. വാണബി FC, വാണബി ഫുട്ബോളേഴ്സ് FC, വാണം FC, നിങ്ങൾ എന്ത് പേര് വേണമെങ്കിലും വിളിച്ചോളി. പക്ഷേ നമ്മുടെ ഫസ്റ്റ് മാച്ച് ആണെന്ന്. നമ്മളെ ഒപ്പണൻസ് എന്ന് പറഞ്ഞാൽ കണ്ട കുറച്ച് പ്രായമൊക്കെ തോന്നിക്കും. പക്ഷെ എന്താ പറയാ, പണ്ടത്തെ പുലികളാണൊക്കെ. ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ 2025 ഇന്നെക്കാളും നന്നായി കളിക്കുന്ന ആൾക്കാരാണ് ആ മൊത്തം. പക്ഷെ ഇതിന്റെ പ്രൈം വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ 2025 അല്ലേ, ഞങ്ങളെക്കാളൊക്കെ നല്ല പ്ലേയേഴ്സ് ആണ് അവിടെ ഉള്ളത് ശരിക്കും. ആൻഡ് യാ കമോൺ, ഇവരെ ഓർമ്മ ഉണ്ടോ? ഇതാണ് നമ്മളെ ഫേക്ക് ഗോൾ കീപ്പർ. എത്ര കാലമായി നമ്മളെ വീഡിയോയിൽ വന്നിട്ട് ഇപ്പൊ ലാസ്റ്റ് എന്നാ ലാസ്റ്റ് ഫുട്ബോൾ കളിച്ച്? വലിയ വെല്ലുവിളിയാണ്. കളിയിൽ കാണട്ടോ. ഓക്കെ, ജയിക്കോ ജയിക്കോ? ഞാൻ പിടിച്ച് നിൽക്കുവോ? എത്ര ഗോളിലേക്ക് കോൺഫിഡൻസ് ഇല്ലേ? കോൺഫിഡൻസേ ഉള്ളൂ. നിങ്ങളെ ഏജ് എത്ര പറഞ്ഞതാണ്? 58 വയസ്സ്. ഓക്കെ, ഞങ്ങളെ ടീമിൽ നിങ്ങൾക്ക് ആരും ഏറ്റവും പേടി? എന്നെ പറയും, അതിനാ ചോദിച്ചു. മൂപ്പർക്ക് ഇന്നേ ഏറ്റവും എടാ വിഷ്ണു ഇപ്പോഴും വന്നില്ല. വിഷ്ണു എന്ത് ടൈമിങ്! ഇത്രയും ഒരു അൺപ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു പ്ലെയർ അങ്ങനെ ലൈഫിലേ കണ്ടില്ല. ഫുഡൊക്കെ പോയി വീഡിയോ എടുക്കാൻ വരുള്ളൂ. ഒരു പ്രോസ്റ്റ് ഓഫർ ചെയ്തിട്ട് വീഡിയോ എടുക്കാൻ വരണേ. സോപ്പിടണ്ടേ പറയില്ലല്ലോ നമ്മള് കിട്ടുമ്പോ. പെർഫോമൻസ് ഉണ്ടെന്ന് ഞാൻ കുറെ കാലമായി പന്ത് തൊട്ടിട്ട്, പക്ഷെ എന്നാലും പ്രൈമിലെ സാധനങ്ങൾ ഇപ്പൊ കാണാം. അങ്ങനെ അതേ കാരണം മെയിൻ പ്രൈം പന്തമ്മ ചവിട്ടി വീഴുക. അടുത്ത നമ്മളെ ടീമിലെ ആൾക്കാർ കേട്ടോ വരൂ. നമ്മള് പുറത്തുനിന്ന് ഇറക്കിയ 2 പ്ലേയേഴ്സ് ആട്ടത്. ഇവ ഞങ്ങൾ കഴിഞ്ഞ വിജുവൽ കണ്ടിട്ടുണ്ടാവും. എൻ്റെ പേര് ഷാക്കിർ. എവിടെയെങ്കിലും എൻ്റെ ഒരു ഫുട്ബോൾ ഹിസ്റ്ററി നാട്ടിൽ കളിക്കാനല്ല, പക്ഷെ നാട്ടിലെ പ്രോ എന്ന് അറിയില്ലേ, അങ്ങനത്തെ ഒരു പ്രോ ആണത്. എന്താ ചേങ്ങ നേരത്തെ വന്നൂടെ? ബാക്കിയുള്ളവര് 6 മണിക്ക് ഇവിടെ എത്തി നിൽക്കുകയാണ്. കൂട്ടത്തിലെ പ്രൊഫഷണൽ പ്ലെയർ, കൂട്ടത്തിലെ പ്രൊഫഷണൽ. പക്ഷെ ഇവിടുത്തെ കാര്യത്തിൽ മാത്രം ഏറ്റവും അൺപ്രൊഫഷണൽ ആണ്. നമ്മളെ വരല്ലാത്തോണ്ടാണോ? കാര്യമില്ല. അസ്രവാഗോയ്, നിങ്ങളെ പ്രായം എന്ന് പറഞ്ഞെടുത്താണ്? പ്രായം ആദ്യം പറഞ്ഞ 64 വയസ്സായിരുന്നു. എത്ര ഒന്നും പറഞ്ഞു? 64. ഞങ്ങള് ഓരോ ടീമിൽ നിന്ന് ഒരു മാച്ച് ലോണിൽ കൊടുത്തതാണ് കേട്ടോ മൂപ്പരെ. ഞങ്ങളെ ടീമിൽ എന്താ സെന്റർ ബാക്ക് നിൽക്കാൻ ആളില്ല, ഡിഫൻസ് നിൽക്കാൻ ആളില്ലാത്തതുകൊണ്ട് നമ്മൾ ജയിക്കില്ലെന്ന്. നിങ്ങളെ സെറ്റ് പെർഫോമൻസ് വേണം തീർച്ചയായിട്ടും ഉണ്ടാവും. എന്താ എൻ്റെ എക്സ്ക്യൂസ് എന്താ? ഇത് കാരണമാണ് ഇപ്പൊ മാച്ച് ഡിലേ ആയി. ഇവരെല്ലാവരും ഇത്രയും നേരം വെയിറ്റ് ചെയ്തെന്ന്. ഒറ്റ ഒരാൾ കാരണം വിളിച്ചതാണെങ്കിൽ ഞാൻ സ്ക്രീൻഷോട്ട് കൊടുക്കാം. 5:45 എന്തോ വിളിച്ച് എണീപ്പിച്ചല്ലേ. യാ, ഇനി വേറൊന്നുമില്ല, നമുക്ക് മാച്ച് തുടങ്ങല്ലേ? ലെറ്റ്സ് ഗോ. Here we go guys, നമ്മുടെ ഫസ്റ്റ് എവർ മാച്ച്. നമ്മളെ സംബന്ധിച്ച് ഈ മാച്ചിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഫുട്ബോൾ എബിലിറ്റിനെ പറ്റിയുള്ള എല്ലാ ഡൗട്ട്സും തീർക്കുക എന്നുള്ളതാണ്. ഷാക്കിർ ടു B12 കണ്ണൻ, നമ്മളെ 2 ബെസ്റ്റ് പ്ലേയേഴ്സ്. ഇറ്റ്സ് ഓൾറെഡി 1-0. മാച്ച് തുടങ്ങി 1 മിനിറ്റ് പോലും ആയില്ല കേട്ടോ. ആൻഡ് വാട്ട് എ ഷോട്ട് ബൈ നിസാംക. ഗൈസ് ഇറ്റ്സ് ഫൈൻ. ഓക്കെ, നമ്മുടെ പ്ലേയേഴ്സ് ഒന്നും ശരിക്കും വാമായിട്ടില്ല, അതുകൊണ്ടാണ്. മാച്ച് തുടങ്ങണതിൻ്റെ 1 മിനിറ്റ് മുന്നേ വന്നാൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. വാട്ട് എ ഷോട്ട് ബൈ മീ. പന്തിന് വേദനിച്ചോന്നാവും. ഹാഷിം വിത്ത് ദ ബോൾ, tries to cut back. Nice defending. Asraf Aka to Shakir.
Nice 1-2 between Shakir and Hashim. And the ball is with me. മുന്നിൽ തന്നെ 3 ഡിഫൻഡേഴ്സ് ഉണ്ട്. So back to Shakir. And Vishnu with the shot. Vishnu read the pass and he is shooting again. Easy save for Mustafa Ka. ആളെ നേരെ ഹൈ ബോൾ അടിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാൻ എക്സ്പീരിയൻസ് വെച്ച് പറയാണ്. പൊന്നോ എന്ത് ജാതി പാസ് ആൻഡ് വാട്ട് എ ഷോട്ട്. എടാ പോസ്റ്റിന് തട്ടിയിട്ടാടാ പോയത്. നമ്മൾ ഒപ്പണൻസ് ഭയങ്കര ചില്ലായിട്ടാട്ടോ കളിക്കണ്ടേ. ലുക്ക് അറ്റ് ദിസ്, ദേ ആർ പ്ലേയിങ് ലൈക്ക് പ്രൈം ബാർസലോണ. ഞങ്ങൾക്ക് മര്യാദക്ക് പന്ത് കിട്ടുന്ന പോലുമില്ല. ഐ മീൻ ഓരെപ്പോഴും ഒരുമിച്ച് കളിക്കുന്ന പ്ലേയേഴ്സ് ആട്ടോ, അതിൻ്റെ ഒരു കെമിസ്ട്രി ഒക്കെ ഉണ്ടാവും. ഹാൻഡ്ബോൾ ക്ലെയിംസ് അഗെയിൻസ്റ്റ് അസർഫാക്ക നെവർ ലൈസ്. അതുകൊണ്ട് ഓർക്കൊരു ഫ്രീ കിക്ക് കിട്ടി. ഇനി നമ്മളും ടിക്കറ്റാക്ക് കളിക്കാട്ടോ. പ്ലേയിങ് ഫ്രം ദ ബാക്ക്. ഓ നോ നോ, ഷാക്കിർ നിസാംക വിത്ത് ഹിസ് വീക്ക് ഫുട്ട്. ഹോണസ്റ്റ്ലി ഫേക്ക് GK ഷുഡ് ഹാവ് സേവ് ദാറ്റ്. പക്ഷേ ഓനെ നമ്മൾ ഫേക്ക് GK എന്ന് വിളിക്കണതിന് ഒരു കാരണം ഉണ്ടല്ലോ. 2 ഗോളും ഞങ്ങളെ മിസ്റ്റേക്ക് എന്നാ വന്നത് കേട്ടോ. This is not looking good, man. ഇവർ ഞങ്ങളെ ബോക്സിന്റെ അവിടെ പോലും ഞങ്ങളെ കളിപ്പിക്കണില്ല. ഷാക്കിർ നോ. എടാ എന്തത്, ഒപ്പണൻസ് കോർണർ എടുക്കാട്ടോ. ആൻഡ് ഈ V2 കണ്ട ചെയ്യണ നോക്കി, ഓ മാർക്ക് ചെയ്യേണ്ട പ്ലെയർ ആണ് ആ ഷോട്ട് അടിച്ചത്. ഫേക്ക് GK ഉള്ളതുകൊണ്ട് മാത്രം നമ്മൾ പിന്നെയും കൺസീഡ് ചെയ്തില്ല. ഷാക്കിറിന്റെ ഇന്റർസെപ്ഷൻ. Vishnu to me, and what a shot by me. It's a goal. Guys, always against me എന്നൊക്കെ എനിക്ക് പറയണമെന്നുണ്ട്. പക്ഷേ ആഫ്റ്റർ VAR ചെക്ക് അത് പോസ്റ്റിൽ തട്ടി സൈഡിലേക്ക് പോയതാ, ഗോൾ ആയിട്ടില്ല. ഞങ്ങളുടെ കോർണർ വിഷ്ണു is making a run. പക്ഷേ ഇന്റെ വിഷൻ ഒപ്പണൻസിന് മനസ്സിലായില്ല. ബോൾ ഫോർ ഹാഷിം കണ്ട കട്ട് ബാക്ക്. And look who is there to tap it in, man. ഒരു സ്ട്രൈക്കേഴ്സ് ഇൻസ്റ്റിങ്ക്റ്റ്, റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം, just like my idol. What a great goal, man. What a great finish. It's 1-2 now. Vanam footballers are back. Celebrate, Suja. This is our UCL final. Vishnu, നൈസ് ഫീറ്റ്. ഒരു നിസാംകനെ കടക്കണോ, അടുത്ത നിസാംക വരുന്നു. ഇവര് ബ്രീത്ത് ചെയ്യാനുള്ള സ്പേസ് പോലും കൊടുക്കണില്ല കേട്ടോ. ഷാക്കിർ ടു ഹാഷിം, ഹീസ് റെഡി ടു ഷൂട്ട്. ഓ നൈസ് സേവ് മാൻ, നൈസ് സേവ്. ഒപ്പണൻസിന്റെ അറ്റാക്ക്. നമ്മുടെ ഡിഫൻഡേഴ്സ് ഒക്കെ ഇവിടെ ആകെ ഒരു ഡിഫൻഡർ ആയിട്ട് ഉണ്ടായിട്ടത്. നമ്മളെ പ്ലേയേഴ്സ് ഒക്കെ നടന്നു വരിക. വീണ്ടും അവരുടെ അറ്റാക്ക്. അസർഫാക്ക ട്രൈസ് ടു ഡിഫെൻഡ്. Fake GK saves the day again. Vishnu to Hashim back to Vishnu. അവര് ലിങ്ക് ചെയ്യാൻ ശ്രമിക്കാട്ടോ. Vishnu to Hashim again and Hashim shoot, but this time he scores, beating Mustafa Ka finally, man. It's 2-2 now. നിങ്ങളൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും ഞങ്ങൾ നാണം കിട്ട് തോൽക്കുന്ന്. Absolutely not. The comeback is real. It's our time to shine now. What a pass by me. Difficult angle. പോസ്റ്റിൽ തട്ടിയിട്ടാണ് പോയത്. B12 കണ്ണ്. Nice feet. Wow. Now pass the flipping ball, Vishnu. Pass the ball. Shakir to Vishnu. Another shot, man. Already ചെങ്ങായി 10 ഷോട്ട് എന്തോ അടിച്ച്. നമ്മൾ ബാക്കിൽ നിന്ന് കളി ഉണ്ടാക്കാൻ നോക്കാട്ടോ. ബിഗ് മിസ്റ്റേക്ക്. ജസ്റ്റ് എസ്കേപ്പ് ആണത്. ഗുഡ് സേവ്. She was a fairy. നമ്മൾ പിന്നെ ഒന്ന് ഉറങ്ങിട്ടോ. ഗ്രേറ്റ് ഡിഫെൻഡിങ് ബൈ അസർഫാക്ക. നമ്മുടെ കൗണ്ടർ അറ്റാക്ക്. ഹാഷിം ക ടു ഷാക്കിർ ടച്ച് ബാക്ക് ടു മീ ആൻഡ് ഫസ്റ്റ് ടൈം ഷോട്ട്. സെവൻസിന്റെ പോസ്റ്റെങ്കിലും ആണെങ്കിൽ അത് ഗോളാട്ടോ. അമ്മോ നേരെ തിരിച്ചു വന്ന്. Again fake GK saves the day. Vishnu loses the ball. They're asking for a handball against the fake GK. നിങ്ങൾക്കറിയില്ലേ fake GK does not make mistakes.
ദിസ് ഈസ് സോ റിഗ്ഡ് മാൻ. ഞാൻ ഇപ്പൊ VAR ചെക്ക് ചെയ്തപ്പോ ദ ബോൾ വാസ് ക്ലിയർലി ഓൺ ദ ലൈൻ. നമ്മളെ നെക്സ്റ്റ് മാച്ചിന് ഒരു റെഫറി ഈസ് നിർബന്ധം. ഓക്കെ, ഒരു കൺവിൻസിങ് സ്റ്റാർസ് ആണ്. Who is marking some? Oh my god, what a goal, man. Honestly, yeah, can't complain. അമ്മാതിരി ഗോളാണത്. It's 2-3 now. ഇനിയും ഒരു കംബാക്ക് നടത്തേണ്ട അവസ്ഥ ആയിട്ടുണ്ട്. Good defending. Hashim to Vishnu. Vishnu is ready for a shot. Another block. ഒരു വല്ലാത്ത ജാതി ഡിഫെൻഡിങ് ആ. 3 ആളൊക്കെ ആ ബോക്സിന്റെ മുന്നിലെ. എങ്ങനെ നമ്മൾ സ്കോർ ചെയ്യാ? അനദർ ബ്ലോക്ക്. വിഷ്ണു പാസ് കൊടുക്കൂ വിഷ്ണു. ഈ ചെങ്ങ എന്താ കാണിക്കുന്നുണ്ട്? ഗുഡ് ബോയ്. നമ്മളും കാമായിട്ട് കളിച്ചാൽ മതി. ഷാക്കിർ ടു ഹാഷിം. ഓ കിട്ടി. ഷാക്കിർ ഫൈൻസ് മീ. ഓ എടാ, മൂപ്പര് അവിടെ കിടന്നു. ഇനി ഞാൻ എങ്ങട്ടടിക്കാനാ? വിഷ്ണുവിന്റെ അറ്റംപ്റ്റ്. അനദർ ബ്ലോക്ക്. അസ്രഫാക്ക് അവിടെ ഉള്ളത് കൊണ്ട് മാത്രം നമ്മൾ പിന്നെയും കൺസീഡ് ചെയ്തില്ല ആ കൗണ്ടറിൽ. ഹാഷിം കൈസ് ഓക്കെ. ഫസ്റ്റ് ഹാഫില് 2 more minutes ഉണ്ട്. അഗൈൻ അവരുടെ അറ്റാക്ക് ആൻഡ് നമ്മുടെ ഡിഫെൻസ്. നമ്മൾ ഒരു ഡിഫൻഡർക്ക് വെച്ചിട്ടാണ് കൂടുതൽ സമയം ഡിഫെൻഡ് ചെയ്യേണ്ടത്. വിഷ്ണു യജ്ജാതി കാറ്റ്. ഷാക്കിർ, you have to take the. എടാ നമ്മളെ ഡിഫൻഡേഴ്സ് കൂടെ ഇതെന്തത്? പ്രീമിയർ ലീഗിൽ പോലും ഇതേപോലൊരു ഗോളുകൾ കാണുന്നുണ്ടോ? ആ 1 touch പ്ലേ, ആ 0 ആംഗിൾ എന്നുള്ള ഒരു ഫിനിഷ്. നോൺഷലന്റ് ആയിട്ടുള്ള നിസാംക്ക് വരെ ഗോൾ അടിച്ചതിന് ശേഷം സെലിബ്രേറ്റ് ചെയ്ത്. വാവ്. വീണ്ടും 2 goals ഡൗൺ. ഷാക്കിർ ടു ഹാഷിമിന്റെ കട്ട് ബാക്ക്. ഓ മാൻ, ഫസ്റ്റ് ടൈം ഷോട്ട് അടിക്കേണ്ടിയിരുന്നു. ഫസ്റ്റ് ഹാഫിലെ ഫൈനൽ ഫ്യൂ സെക്കൻഡ്സ് നമ്മൾ ഒന്നും കൂടെ ഒക്കെ ഗോൾ അടിക്കാൻ നോക്കിയെങ്കിലും ഒന്നും നടന്നില്ല. സെക്കൻഡ് ഹാഫിൽ ഒരു ബെറ്റർ പ്ലാനോടെ ഞങ്ങൾ ഇറങ്ങണം. ഇല്ലെങ്കിൽ നമ്മുടെ ഡെബ്യൂ മാച്ചിൽ തന്നെ ഒരു ഡിസപ്പോയിന്റിംഗ് റിസൾട്ട് ആവും. പ്രതീക്ഷനെക്കാളും പൊലം കളി ഏതാ സേവ് ഓന്റെ മുന്നിൽ വന്നൊക്കെ വിട്ട്. വിഷ്ണു ഇജ് മറ്റേ നമ്മള് രാവിലെ ബൈപ്പാസ് എങ്ങനെ കളിക്കുന്നത്? ഇങ്ങനെ വരിക, പന്ത് കിട്ടി ഇങ്ങനെ ആക്കുക. മതി ഡയലോഗ് അടിച്ചത് കാണിച്ചത് അത്രേ ഉള്ളൂ. സൂച ഡയലോഗ് അടിക്കണ്ടേ? അപ്പോൾ ഇന്നെക്കാളും നന്നായി കളിക്കുന്ന പറഞ്ഞത്. ഞാൻ ഒരു ഗോൾ അടിച്ചിരുന്നു. ഞാൻ ഓടാൻ കഴിയോ നോക്കട്ടെ. എന്നിട്ട് ഓടില്ലെങ്കിൽ അത് 5 മിനിറ്റ് തിരിച്ച് കേട്ടോ. എന്താ കാര്യം മാച്ചിനെ കുറിച്ച് എന്താ പറയാൻ? ഫസ്റ്റ് ഹാഫ് നമ്മൾ ലീഡ് ചെയ്ത് നിൽക്കുകയാണ്. പക്ഷെ അവർ തിരിച്ചു വരും. കാരണം നല്ല നല്ല പ്ലേയേഴ്സാണ് അതിലുള്ളത്. നമ്മൾ കുറച്ച് ഏജ് ഓവറാണ് എങ്കിലും പിടിച്ചു നിൽക്കും. ഓക്കെ, നല്ല ഇതൊക്കെ പറ്റണോ? എൻ്റെ സൂമായി അതാണ് കളിൻ്റെ. ഇറ്റ്സ് ടൈം ഫോർ ദ സെക്കൻഡ് ഹാഫ്. വിഷ്ണു നമ്മളെ ജയിപ്പിക്കാന്ന് ഡയലോഗ് ഒക്കെ അടിച്ചിട്ടുണ്ട്. ആൻഡ് നമ്മുടെ സ്റ്റാർ ബോയ് സൂചിയും പിച്ചിലുണ്ട്. സൂജ വാറ ഷൈറ്റ് ഷോട്ട്. നമ്മളിതെന്താ കണ്ണി കണ്ടുകൊടുക്കുന്നൊക്കെ ഇങ്ങനെ അടിക്കാൻ നോക്കുക. വേറെ ടാക്ടിക്സ് ഒന്നുമില്ല. ഗ്രേറ്റ് ഡിഫെൻഡിങ് അഗെയിൻ. B12 ഫൈൻസ് ഹാഷിം. ഈ ഗ്രൗണ്ട് പറ്റ ചെറുതാട്ടോ. ഞങ്ങളെ സ്കില്ലെടുക്കാനുള്ള ഒരു വലിപ്പല്ല. ആഷിക. ഓ വാട്ട് എ ടേൺ. വിഷ്ണു ഗോട്ട് കുക്ക്ഡ്. അവരുടെ കോർണർ. ആഷിക മേക്കിംഗ് എ റൺ ആൻഡ് അസ്രഫാക്ക സ്ലിപ്ഡ്. നോ, ഓ മൈ ഗോഡ്. ആഷിം, ഓയ് ഇവിടെ എന്തൊക്കെ നടക്കുന്നുണ്ട്? ജസ്റ്റ് എസ്കേപ്പ് ആണ് കേട്ടോ. ഷാക്കിർ ആൻഡ് ഫേക്ക് GK അവരില്ലെങ്കിൽ കാണാനും. വിഷ്ണു, സൂചനെ കണ്ടിട്ട് കുറെ നേരമായി കേട്ടോ. ബാക്ക് ടു വിഷ്ണു. വിഷ്ണുവിന് ഇനി ഒരു 100-300 ടച്ച് എടുക്കേണ്ടി വരും. സൂച ബോൾ ചോദിക്കണ്ട്, കൊടുത്തില്ല. സൂചക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. സൂച again. What a shit bro. Don't shoot Suja. Don't shoot. Oh my god, where is the defense? VAR check ഒക്കെ ഞാൻ ചെയ്തു. It's not a goal. ഹാഷിം ഖാൻ ഫൈറ്റിംഗ് ഫോർ ദ ബോൾ. നേരത്തെ ആ കുഞ്ഞു പോസ്റ്റുമ്പോ ചാർത്തിനുള്ള വാശിയാവും.
No, not again, man. What is this defense? അസ്രഫാക്കാൻ ഒറ്റക്കിട്ട് അവിടെ നിന്ന് പോയാൽ മതി ബാക്കിയുള്ളവർക്ക്. Wow, bro, really celebrated, ഹാ. ആഷിക നമുക്ക് പുറത്തുനിന്നൊന്ന് കാണാനുണ്ട്. വാട്ട്? ഞങ്ങളെ ടീമിൽ കളിക്കാൻ വന്ന ആളെ ഓരോ ടീമിൽ കളിപ്പിക്കുമോന്ന്? ഞങ്ങൾക്കെതിരെ ഗോൾ അടിച്ച് സെലിബ്രേറ്റ് ചെയ്തതും പോരാ, ഞങ്ങളെ ടീമിലത്തെ പ്ലെയർ ഓൾക്ക് വേണത്രേ. ഗൈസ്, ഐ ആം ഓൾസോ ബാക്ക് ഓൺ ദി പിച്ച്. ഹാഷിംക്ക് കയറിയിട്ടുണ്ട്. ഓ, AMD ആൻഡ് സൂജ ലിങ്ക് അപ്പ്. സൂജ അവിടെ എന്താ ഉദ്ദേശിച്ചത് എന്നറിയില്ല, ബട്ട് ഇറ്റ്സ് എ ഹാൻഡ് ബോൾ ഫോർ us. വിഷ്ണു, he shoots, another block, back to അസ്രഫാക്ക. ഓയ്, അനുവിന്ദ് ഇറങ്ങിയ ഒരു ശുഷ്കാന്തി കാണിക്കുന്നുണ്ട് കേട്ടോ. No way, man. Time to retire for me. ഓൻ ഇന്ത്യക്കൊന്നും ബോൾ എടുത്തിരോ. വിഷ്ണു, another shot. Oh, മുസ്തഫാക്ക again. ഞാൻ പറഞ്ഞില്ലേ പൊക്കി അടിച്ചിട്ട് കാര്യമില്ല. സൂജ പ്രസ് ചെയ്യണോ? He got the ball. മുസ്തഫാക്ക cleared it. എന്താ ഇവിടെ നടക്കുന്നുണ്ട്? Oh, it's a foul for us, of course, man. റഫറി ഉണ്ടെങ്കിൽ ഇയാൾക്ക് ഓൾറെഡി റെഡ് കാർഡ് കിട്ടേണ്ട ടൈം ആയിട്ടോ. നിങ്ങളിത് കാണുന്നുണ്ടോ? ഒരു എത്ര സുഖമായിട്ടാ ബാക്കിലിട്ടൊക്കെ കളിക്കണ്ടേ. Oh my god, Anuvind. We owe you an apology. I wasn't familiar with your game. നിങ്ങളിതൊക്കെ കാണുന്നുണ്ടോ? Better cameo than Rolex. Shakir, he goes for the goal. Every time we attack, ഞങ്ങളെ ഡിഫൻസിനെ തന്നെ എക്സ്പോസ് ചെയ്യാണ് ഇപ്പോൾ. അറ്റാക്ക് കഴിഞ്ഞിട്ടില്ല. ആഷിക ഷൂട്ട്സ് ആൻഡ് ഷാക്കിർ എന്നെ ഡിഫെൻഡ് ചെയ്യാനുള്ളത് കൊണ്ട് കുഴപ്പമില്ല. വിഷ്ണു ആൻഡ് ഹീ ഷൂട്ട്സ്. ഗൈസ്, ഞങ്ങൾ പറ്റണ പോലെ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. മുസ്തഫാക്ക മാൻ ഓഫ് ദി മാച്ചിനുള്ള കളിയെ കളിക്കുന്നുണ്ട്. ഗോൾ എങ്ങനെ അടിക്കുക എന്ന് ഞാൻ കാണിച്ചു തരാം. പ്രൈം 2008 AMD. ഗൈസ്, send him off, man. Send him off. Nice idea again. Shakir shoot and Mustafaka, of course, man. Yeah. We need a cliche breaking moment. അല്ലെങ്കിൽ ഞങ്ങൾ സ്കോർ ചെയ്യുന്നു തോന്നുന്നില്ല. നൈസ് പ്ലേ. പക്ഷേ ഇത്തവണ മുസ്തഫാക്ക് സേവ് ചെയ്യേണ്ട ആവശ്യം പോലും വന്നില്ല. ഇയാളിത് എന്തോന്ന്, സേവ്സിന് പുറമെ പ്രൈം എഡേഴ്സിന്റെ പോലെ ബോൾ ഡിസ്ട്രിബ്യൂഷനോ. Another great chance for them. Suja. Yeah, this guy is shit. നമ്മുടെ ഫേക്ക് GK ഉള്ളതുകൊണ്ട് ഗോളായില്ല. ആൻഡ് നിസാംകയുടെ സെക്കൻഡ് അറ്റംപ്റ്റ് പോസ്റ്റിലോ എവിടെയൊക്കെ തട്ടിക്കണോ. വിഷ്ണു, യെസ് യെസ്, നോ. വിഷ്ണു ട്രൈസ് അഗെയിൻ. ക്ലീഷേ ബ്രേക്കിംഗ് മൊമെന്റ് ആയിട്ടില്ല. വിഷ്ണു, ഇതിന് മാത്രം ഒരു കുറവുമില്ല കേട്ടോ. ഷാക്കിർ എടുത്തിട്ടുണ്ട്. Come on, Shakir. 1, 2, yes, 3, come on, shoot any, 4. ഊമ്പി. സത്യസന്ധമായി പറഞ്ഞ പിച്ചിച്ചിരിയും കൂടെ വലിപ്പുണ്ടെങ്കിൽ കളി ഇങ്ങനൊന്നും ആവൂല കേട്ടോ. ഇത് ഷാക്കിറിനൊന്നും ഓന്റെ സ്റ്റൈലിൽ കളിക്കാൻ പറ്റുന്നില്ല. പുറത്തുനിന്ന് കൈകൊണ്ട് പിടിച്ചോ നമ്മളെ ഫേക്ക് GK. ആരെ മിസ്റ്റേക്കിലാണ് ഈ ഒരു അറ്റാക്ക് വന്നത് എന്ന് ആരും ബാക്ക് അടിച്ച് നോക്കണ്ട. വിഷ്ണു, he tries to find me and again great defending. ഇവിടെ ഒരു ഓൺ ഗോളിനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. Me to Vishnu, back to me and first time shot. And Mustafaka, why? Suja. Oh my god, bro. Oh hell no, man. What the fuck? എന്താണ് ഗൈസ്, ഫൗൾ അഭിനയിച്ച് കയറട്ടോ. ഓ, that blood. Cut back to Hashim. ആൻഡ് അഗെയിൻ ഞാൻ പറഞ്ഞില്ലേ, അവിടെ 2-3 ഡിഫൻഡേഴ്സ് ഓൾ ടൈം ഉണ്ട്. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങളെപ്പോലെ ഒരു ഡിഫൻഡർ 4 അറ്റാക്കർ ഫോർമേഷൻ എല്ലാം ഓല് കളിക്കുന്നുണ്ട്. ആൻഡ് ഹഷിംക, കം ഓൺ ഹഷിംക. 1, 2, യെസ്.
Oh, nice turn. Come on, Hashim. Step over. Yes, come on. Attത്ത് okay, guys, say it. അവരുടെ കോർണർ വെരി പുവർ മാർക്കിംഗ് അഗെയിൻ. അസർഫാക്ക് ബ്ലോക്ക് ചെയ്തതുകൊണ്ട് അടുത്ത ഗോൾ ആയില്ല. അവര് കോർണർ എടുക്കണില്ലേ? ഇതെന്താ മുസ്തഫാക്ക് അവിടുന്ന് വരുന്നു? വാട്ട്സ് ഗോയിങ് ഓൺ? പെനാൾട്ടിയോ? വൈ? അസർഫാക്ക് എന്തിനാ സമ്മതിച്ചു കൊടുത്തത് നിങ്ങൾക്കറിയില്ല. ഇറ്റ് വാസ് നോട്ട് പെനാൽറ്റി. കാരണം ആളുടെ കൈ ആളുടെ ശരീരത്തിന് ക്ലോസ് ആയിട്ടാണ് നിൽക്കുന്നുണ്ട്. ആഷിം മുസ്തഫാക്ക് അവിടെ പെനാൽറ്റി മിസ്സാക്കി ഇപ്പുറത്ത് വന്നത് സേവ് ചെയ്യണം. എഡിയിൽ ഒരു സൈഡ് കോസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പോയതാ. അനദർ ഫൗൾ. 2 പ്ലേയേഴ്സിനിടയിൽ ഹാഷിംഖിനെ ജാം ആക്കി വരെ. Who is that guy? What a shite shot, man. മാച്ച് ഓൾമോസ്റ്റ് കഴിയാനായിട്ടോ. ആ ഫസ്റ്റ് ഹാഫിൽ അടിച്ച് 2 ഗോൾസ് ഉള്ളൂ. I'm making a nice run. Vishnu to me. 1-on-1. Bro, what am I doing? ഞാൻ മുസ്തഫ ഖാനെ കണ്ടപ്പോൾ ഒന്ന് പതറി. അത് അപ്പുറത്തേക്ക് ഹാഷിമിന് ഇട്ട് കൊടുത്തത്. വീണ്ടും ഹാഷിമിന്റെ കട്ട് ബാക്ക് ഡിഫ്ലക്ഷൻ. അത് മുസ്തഫാക്ക് സേവ് ചെയ്ത്. ഇറ്റ്സ് സോ ഓവർ മാൻ. ഞങ്ങള് എനിക്കൊന്നും വയ്യ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ അറ്റാക്ക്. വിഷ്ണു ഷൂട്ട്സ് ആൻഡ് ഇറ്റ്സ് ഓവർ മാൻ. ഇറ്റ്സ് ഓവർ. ഞങ്ങളുടെ ഡെബ്യൂ മാച്ച് തന്നെ ഒരു നാണം കെട്ട തോൽവി. ഞാൻ കേറിയോണ്ട് ഞാൻ ഇറങ്ങിയപ്പോ ആ കട്ട് എപ്പോഴാ ഇറങ്ങി? 5 മിനിറ്റ്. എന്നിട്ടെന്താ പറഞ്ഞു? എങ്ങനെ ഉണ്ടായി ഇന്നത്തെ മത്സരം? ഞങ്ങളായിട്ട് വരെ കഷ്ടപ്പെട്ട് ജയിക്കാൻ എന്ത് കഷ്ടപ്പാട്? സിമ്പിളായിട്ട് എടുത്തിട്ടില്ല. ആ തുടക്കണതിന് മുമ്പേ ഞങ്ങൾ പറഞ്ഞത് ജയിക്കുന്നുണ്ട്. അത് അതിന്റെ അപ്പുറത്തേക്ക് ആയിക്കോണത്. നല്ല മത്സരം. അതായത് സൗഹൃദ മത്സരമാണെങ്കിലും മത്സരത്തിൽ കളി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ വാശിയിലല്ല കളിക്കുക. കാലൊക്കെ ചവിട്ടി കൂട്ടണേ. അപ്പോ ജയിക്കാന്നുള്ളതിന്റെ മെയിൻ പ്രധാനം. സൈലന്റ് കില്ലർ കേട്ടോ. നമ്മൾ കാണികളുടെ മാനൊക്കെ പറഞ്ഞ കളിയാ. ഗോളില്ല. അപ്പൊ കാല് കേടുന്നുണ്ടോ? അല്ലെങ്കിൽ ഒരു 5 ഞാൻ തിരിച്ചടിച്ചിരുന്നു. നന്നാ അങ്ങനെ അടിക്കാൻ നിൽക്കാൻ അപ്പളെ കാല് എന്താ പറ്റിയാ നമുക്ക്? നമ്മള് രാവിലെ ഉറക്കത്തിന് ഒരു ഡെയിലി കളിക്കണം. പോഡ്കാസ്റ്റ് ആണത്. സംഭവം ഒരു നല്ല കെമിസ്ട്രി ഉള്ള ആൾക്കാരാണ്. എന്നും ഒപ്പം കളിക്കുന്ന ആൾക്കാരാണ്. സീരിയസ്ലി പറഞ്ഞാല് സംഭവം എന്താ ഉണ്ടായെന്നറിയോ? ഇറ്റങ്ങളോട് 6 മണിക്ക് എത്തി നല്ലോണം വാമൊക്കെയായി പ്ലാനൊക്കെ ചെയ്യാൻ പറഞ്ഞു വരാൻ പറഞ്ഞതാ. ഒരു കളി തുടങ്ങുമ്പോഴാ വരുന്നുണ്ട്. ഇവനൊക്കെ വരുന്ന കണ്ടില്ലേ? പ്ലാനിങ് ഡെയിലി നടക്കും. കംബാക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ സംഭവം ഇവരുണ്ട്. ഇജെന്ത് കാട്ടി ഇജ് കളിച്ച കളിയില്ലേ? ഒന്ന് പറഞ്ഞ എന്തൊക്കെ ചെയ്തു. ആ വീഡിയോ കാണുന്ന ഒരു ഷോർട്ട് ഓൺ ടാർഗറ്റ് വെക്കില്ല. ഞാൻ 5 അടിച്ചിട്ടുണ്ട്. ആ കീപ്പറെ നേരെ പൊക്കി അടിച്ചിട്ട് കാര്യമില്ലാന്ന് 2 അടി കഴിഞ്ഞാൽ ഏതാക്കും മനസ്സിലാവും. ഇപ്പൊ ഉണ്ട് എന്നിട്ട് പിന്നെ 10-15 തന്നെ അടിക്കും. എനിക്ക് നല്ല 2 ഓപ്പ് വെച്ചിട്ട് ഞാൻ ഒരു ഗോൾ അടിച്ചല്ലേ? അത് കറക്റ്റ് പൊസിഷനിൽ വരുന്നതുകൊണ്ടുള്ള മെച്ചാണ് അത്. റൈറ്റ് പ്ലേസ് അറ്റ് റൈറ്റ് ടൈം. അവിടുന്ന് വീഴാൻ പോയിട്ട് നേരെ ഇങ്ങനെ പോയി ബോളിനെ അടിച്ച് കയറി. അല്ല നമുക്ക് റീമാച്ച് ഉണ്ട്. വലിയ ഗ്രൗണ്ട് റിവെഞ്ച് ഉണ്ട്. നമ്മള് 4 ആൾ അറ്റാക്കിനുണ്ടാവും. അസറൊക്കെ മാത്രം ബാക്കിൽ ഇങ്ങനെ ഫോർമേഷനെ തെറ്റി. മാൻ ടു മാൻ ഒരു ഫോർമേഷൻ 2-1-2 ആണ്. നമ്മള് 1-4 ആണ്. 1-4 സംഭവം ഞങ്ങൾ ഊക്കാൻ വേണ്ടി കൊടുന്നതേന്. പക്ഷെ നമ്മളെ ടീമിലെ ഏറ്റവും ബെസ്റ്റ് നിർത്തി തോന്നാം. എത്ര സേവ് ചെയ്തത് എന്താ പറയാ? ഇതൊക്കെ എന്ത് കാര്യം പറയാ. സാധാരണ ഞാൻ ഊക്കലാണ്. ഇത് ശരിക്കും പറയാം. എത്ര സേവ് ചെയ്തത്? സൂചന്റെ മാനം കാക്കാൻ. സൂച പിന്നെ ഞാൻ ഗോളടിക്കാണ്ട് അപ്പൊ കാല് കേടന്ന് ബാഗിൽ മറ്റേ ഓയിൽ പേസ്റ്റ് ഉണ്ട്. ഇറങ്ങിയപ്പോ കണ്ടില്ലേ? അതല്ല നമ്മളൊക്കെ കണ്ടങ്ങളിയൊക്കെ ഈ ഒരു പ്രൊഫഷണൽ പ്ലെയറൊക്കെ എങ്ങനെ ഒരു പ്രൊഫഷണൽ പ്ലെയർ ഇത്ര കണ്ടകാരം കളിക്കാം. ഇത് ഷാക്കിറാണ് പറയിപ്പിച്ച്. ഇവിടുന്ന് പോയതല്ലേനോ? അതല്ല ഇവന്റെ ഈ കളി കണ്ട ഓരോ യുവക്കുട്ടി അതിനെങ്ങനെ ഇപ്പൊ വീഡിയോ ഞാൻ 2 മാസം കഴിഞ്ഞ് ലീവിലാണ്. വീഡിയോ ഞാൻ അടുത്ത ലീവിലാണ് പോയിട്ടുള്ളൂ. അപ്പൊ കുഴപ്പമില്ല. റീമേക്ക് ഊക്കാനുള്ളവരൊക്കെ കമന്റ്സിൽ ഊക്കിക്കോളി.
കിട്ടി ശീലായിക്കണേ. അല്ല എല്ലാരും റേറ്റിംഗ് വരാൻ പറയട്ടെ ഔട്ട് ഓഫ് മാച്ച് റേറ്റിംഗ് വേണം കേട്ടോ. ഞങ്ങളുടെ ടീം ഒരു പിന്നെ നല്ല അടിപൊളിയാന്ന് നമുക്കറിയാം. അമലിന് ഞാൻ 10 കൊടുക്കും 100-ൽ. അത്രേ ഉള്ളൂ. ഓക്കെ ബൈ.